സാറ് എന്നോട് പറഞ്ഞത്, സാറേ 10ാം ക്ലാസ്സിൽ എല്ലാവരും ജയിപ്പിച്ച് വിട്ടാലേ പിന്നെ പുറം പണിക്ക് വേണ്ടേ, മീൻ പിടിക്കാൻ പോകണ്ടേ, അയ്യോ തൂമ്പാ പണിക്ക് വേണ്ടേ, ഹോട്ടലിൽ വെയിറ്റർ വേണ്ടേ, മറ്റു പുറം ജോലി ചെയ്യുന്നത് ആരാ സാറേ, എല്ലാവരും ജയിപ്പിച്ച് വിട്ടാൽ. അപ്പോൾ സാറിൻ്റെ മനോഭാവം മനസ്സിലായോ? അപ്പോൾ സമ്പന്നരുടെ മക്കൾ എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കണം. സാധാരണക്കാരൻ്റെ മക്കൾ അവരെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ നിലവാരത്തിൽ തന്നെ നിൽക്കണം. മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമാണത്. ആ വീഡിയോയുടെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഈ 2-3 തായും പൂയും ചേർത്തിട്ട് ഈ സാർ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ കമ്മലിട്ടെന്ന് പറഞ്ഞ് എന്നെ തല്ലിയ ഈ ഡാഷ് മോന് ഇപ്പോൾ കമ്മലിട്ട് വിലസാവോ. ഞാൻ പരീക്ഷ ഡ്യൂട്ടിക്ക് എവിടെയെല്ലാം നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മുടെ അവിടുത്തെ HM വിളിച്ചവള് പറയും, സാറേ നമ്മുടെ വിജയ ശതമാനം കുറവാണ്, നമ്മുടെ പിള്ളേർ കോപ്പി അടിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ സൂപ്പർവിഷൻ ആരെങ്കിലും വരുവാണെങ്കിൽ ചെരുപ്പ് കൊണ്ട് സിഗ്നൽ കാണിക്കണം. സാറേ ഇതെന്താ ഈ കേൾക്കണതൊക്കെ? മനസ്സിലായോ? എല്ലാ സ്കൂളുകളും ഗ്രൂപ്പ് ബോംബിട്ടിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഡിസ്ക്രിമിനേഷനുണ്ട്, വിവേചനമുണ്ട്. ചില അധ്യാപകർ പരസ്പരം സംസാരിക്കാത്ത അധ്യാപകരുണ്ടല്ലോ. ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ പരസ്പരം സംസാരിക്കില്ല. കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടി ആദ്യം പഠിക്കുന്ന വീട്ടിൽ നിന്നാണ്. ടീച്ചർമാർക്ക് സെലക്റ്റീവായിട്ട് 5 പിള്ളേരുണ്ട്, അവരോട് മാത്രമേ ടീച്ചർമാർ സംസാരിക്കും. മന്ത്രിമാർക്ക് എന്താ ഒരു ഫിക്സഡ് ഏജ് വെക്കാത്തത്? ഒരു 70, 75, 80 വയസ്സായിട്ട് അവരവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിൽ അവർ മരണപ്പെട്ടു പോയാൽ ഒരു ബന്ധവും ഇല്ലാത്ത മക്കളെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ കയറുന്നത്? രാജഭരണമല്ലേ? രാജഭരണകാലത്ത് ഇതേപോലെ ആയിരുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അധ്യാപകനാണ് പറയുന്നത്. ആണ്. ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 100% സാക്ഷരത നേടിയ ആ ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും 10ാം ക്ലാസ്സിലുള്ള കുട്ടിയോട് ഒരു സെൻറ്റൻസ് ഒരു 2-3 വാക്യം മലയാളത്തിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാത്ത പിള്ളേർ ഒത്തിരി പേരുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കനിഷ്കൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. മുടിയിൽ ഇത്രയധികം ചിത്രപ്പണി ചെയ്യുക, കോഴിയെ കൊണ്ടുപോയി വെക്കുക, താറാവിനെ കൊണ്ടുപോയി വെക്കുക, ചിരട്ട കെട്ടി തൂക്കുക, പിന്നെ എന്താ മറ്റേ ഷെൽസ് എടുത്തിടുക, ഇതൊക്കെ റീല് ചെയ്യുന്ന ചേട്ടനെ ശ്രദ്ധിച്ചിട്ടാണ് ഈയിടെ ഒരാൾ എഴുതിയതും ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഞാൻ അറിഞ്ഞത്. ഒരു അധ്യാപകനാണ്, ഹൈസ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഓർത്തത് ഒരു ജോലിയൊന്നുമില്ലാതെ സാധാ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അതിന് ഒരു അധ്യാപകൻ ഇത്രയും എന്താ പറയുക, അത് വേറൊരു രീതി പറഞ്ഞാൽ കോമാളിയായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിലേക്കൊരിത്? അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു തികഞ്ഞ ഒരു കലാകാരനായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ആർക്കും അത്രത്തോളം അറിയില്ല. ഈ കലകളിലൂടെ, ചിത്രപ്പണിയിലൂടെ അല്ലെങ്കിൽ രസത്തിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ കുട്ടികളുടെ മുൻപിൽ കടന്നിൽ കുത്തിയതുപോലെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കണ്ട അധ്യാപകർ അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഞാൻ. പലരും എന്നോട് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നത്, പിന്നെ കലോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. ഒരു നിവൃത്തിയില്ലാത്ത പിള്ളേർ കാശ് കൊടുത്ത് ഡ്രസ്സ് എടുത്ത് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവർ ഞാൻ സപ്പോർട്ട് ചെയ്ത് സ്റ്റേജിൽ കയറ്റി വിടും. അപ്പോൾ അത് പിറ്റേ വർഷം ഒരു 9-ലോ 10-ലൊക്കെ ആകുമ്പോൾ വീണ്ടും കൂടുതൽ എനർജി ആയിട്ട് വരും, വളരെ ഹാപ്പി ആയിട്ട് വരും. അപ്പോൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ട് വേണം നമ്മൾ പെരുമാറാൻ. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തും ഇപ്പോൾ മാഡത്തിൻ്റെ കുട്ടിക്കാലത്തും ശരണ്യയുടെ കുട്ടിക്കാലത്തും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം, ഓരോ അധ്യാപകർക്കും ക്ലാസ്സിൽ വരുമ്പോൾ സെലക്റ്റീവായിട്ട് 3-4 കുട്ടികളുണ്ടാകും. അത് അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ആ കുട്ടികളോട് കാണിക്കുന്നത്, പഠിക്കുന്ന കുട്ടികളോട് കൂടുതൽ നമ്മൾ ശരി ഇമ്പോർട്ടൻ്റ് കൊടുക്കുമെങ്കിലും ബാക്കിയുള്ള എല്ലാ പിള്ളേരും ഞാൻ കെയർ ചെയ്യും. കാരണം ആ കുട്ടികളുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം ഭക്ഷണം കഴിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നുമില്ല. പക്ഷേ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ ഈ തടാകം പോലെയാണ്. ചില അധ്യാപകർ അതിൻ്റെ തീരത്ത് വന്ന് നിൽക്കും, ചിലർ ഇച്ചിരി ആ വെള്ളത്തിലോട്ട് ഇറങ്ങും, ചിലർ ഉള്ളിലേക്ക് ഇറങ്ങും. ഇപ്പോഴത്തെ ഒരുപാട് റീൽസ്, ഒരുപാട് മാഷന്മാരിങ്ങനെ കുട്ടികളോട്, മലപ്പുറത്തൊരു സാറുണ്ട്, നല്ല രസമുണ്ട്, കൊച്ചു മക്കളെ വെച്ചിട്ടാണ് റീൽസ് എടുക്കുന്നത്. അതൊക്കെ നല്ല രസമാണ്. എല്ലാം സിനിമ വെച്ചിട്ടാണ് കുട്ടികളുണ്ടാകുന്ന കലാവാസനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞതിനകത്ത് തന്നെ ഒരു സംശയമുണ്ട്. ഇപ്പൊ സാറ് പഠിക്കുന്ന കുട്ടികളോട് ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ പഠിക്കുന്ന കുട്ടികളോടുള്ള താല്പര്യം? നിങ്ങൾ പറയുന്നത് അവർക്ക് മാത്രം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നതുകൊണ്ടാണോ? കാരണം എല്ലാവരുടെയും ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്.
പഠിക്കുന്ന കുട്ടികളൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, കാണാപ്പാഠം പഠിച്ച അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ഗ്രാഹ്യ ചെയ്ത് പരീക്ഷയ്ക്ക് അത് മറവി ഇല്ലാണ്ട് എഴുതിയെടുത്ത് അതാണ് നമ്മൾ ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന എന്ന് പറയുന്നത് ആസ് എ പേഴ്സൺ എനിക്കത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പ്രശ്നമായി. അതെ ശരണ്യ, അത് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ 45 പിള്ളേരുണ്ടെങ്കിൽ 5 പിള്ളേർ നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും. അത് മിക്ക ക്ലാസ്സുണ്ട്. അപ്പോൾ ഈ 5 പിള്ളേരെ നമ്മൾ ടോപ്പ് പ്ലസ് സ്കൂൾ ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യും. മനസ്സിലായില്ലേ? ബാക്കിയുള്ള പിള്ളേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ ഈ 5 കുട്ടികളെ, ഇപ്പോൾ എൻ്റെ ക്ലാസ് നന്നായിട്ട് പഠിക്കുന്ന 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളെ ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ 5 കുട്ടികൾ നല്ലതായിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ അവർ സപ്പോർട്ട് ചെയ്യും. സ്കൂൾ ഫസ്റ്റ് മേടിക്കണം, 10ാം ക്ലാസ്സിലാകുമ്പോൾ സ്കൂൾ ഫസ്റ്റ് എൻ്റെ കുട്ടികളായിരിക്കണം. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ സെലക്റ്റീവായിട്ട് ടീച്ചേഴ്സിന് ഉള്ള പിള്ളേരുണ്ട്. പക്ഷേ ഞാൻ ഈ 5 കുട്ടികളെ മാത്രമല്ല ഞാൻ ബാക്കി എല്ലാവരെയും ഞാൻ കെയർ ചെയ്യും. മനസ്സിലായോ? അപ്പോഴും എന്റെ ചോദ്യം വീണ്ടും ബാലൻസ്. പറഞ്ഞോളൂ. ഈ ഫസ്റ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ ഫസ്റ്റ് വരണം എന്ന് പറയുമ്പോൾ അതേസമയം ബാക്കി ഇപ്പൊ ഒരു ക്ലാസ്സിൽ 50 ഉണ്ടെന്ന് വെക്കോ, 45 കുട്ടികൾ വേറെ ഉണ്ട്. കാരണം ഇത് പറയാൻ കാരണം എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നത്. ഞാൻ അത്യാവശ്യം സാർമാരുടെ ഭാഷ പറഞ്ഞ തരികിട പെങ്കൊച്ചായിരുന്നു. അതായത് ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ല, ശ്രദ്ധിച്ചാലും അലമ്പ്, ഇങ്ങനെ എപ്പോഴും എൻ്റെ ഒരു സാറ്, എൻ്റെ ഡിഗ്രിയിൽ ഒരു സാറ് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നാലേ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ഞാൻ അവിടെ ഇരുന്നാലേ ബാക്ക് ബെഞ്ചാ, ശബ്ദം ഉണ്ടാവാണ്ടിരിക്കത്തുള്ളൂ, ആ പ്രദേശത്തുള്ളവർ വെറുതെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നെ സാറ് പറയും പോരെ ശരണ്യ, ബുക്ക് എടുത്തിട്ട് പോരാൻ പറയും. അങ്ങനെയുള്ള എന്നിട്ട് എൻ്റെ പേരൻറ്റിനെ വിളിച്ചിട്ട്, എൻ്റെ അച്ഛനെ വിളിച്ചിട്ട്, KE കോളേജ് മാന്നാനത്താണ് ഞാൻ പഠിച്ചത്. അവിടെ വെച്ചിട്ട് മാന്നാനത്തെ സ്കൂളിലെ അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് BCom ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ ലേഡി സ്റ്റാഫ് ഇല്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുത്തിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞ കാര്യം, മകളെ പരീക്ഷ എഴുതിക്കേണ്ട. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് 4 ബാക്ക് പേപ്പേഴ്സും ഉണ്ട്, പരീക്ഷ എഴുതിക്കണ്ട, തോറ്റു പോകും എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം ഞാൻ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു ആ സമയങ്ങളിൽ. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഒന്നും പറഞ്ഞില്ല, ഒരു ടിഫിൻ ബോക്സ് മേടിച്ച് തന്നിട്ട് സ്കൂളിൽ പോകാൻ പറഞ്ഞു. അച്ഛൻ അന്നേരം അവരോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, പരീക്ഷയ്ക്ക് തോറ്റാലും ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നിങ്ങൾ പരീക്ഷ എഴുതിക്കുക. കാരണം അറ്റൻഡൻസ് ഉണ്ടോ? ഉണ്ട്, എഴുതിക്കാൻ പറഞ്ഞു. അവർ പ്രതീക്ഷ വെച്ച് ഇതുപോലത്തെ കുറേ കുട്ടികളുണ്ട് പ്രതീക്ഷ വെച്ച്. ഞാൻ പുഷ്പം പോലെ ജയിച്ചിട്ട് പോകുന്നു, ഈ പ്രതീക്ഷ വെച്ചൊരു തോറ്റുപോയി. അത് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് വാങ്ങിച്ചവരൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു? അതൊരു വലിയ ചോദ്യമാണ്. നിങ്ങളൊക്കെ ഈ മത്സരിച്ച് ഫസ്റ്റ് വാങ്ങിക്കുന്ന കുട്ടികൾ എവിടെ എത്തുന്നു? അത് ഞാൻ പറയട്ടെ. ഇപ്പോൾ ശരണ്യ പറഞ്ഞു നമ്മുടെ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, സ്കൂൾ ഫസ്റ്റ് മേടിക്കാൻ. അപ്പോൾ 45 പിള്ളേരിൽ 5 പിള്ളേർ നന്നായിട്ട് പഠിക്കുന്നു, ബാക്കിയുള്ള പിള്ളേർ ആവറേജ് ബിലോയൊക്കെ ആവും. പക്ഷേ നിങ്ങൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതുപോലെയല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിഫറൻ്റ് ആണ്. പറയാനുള്ള കാരണം ഈ 1ാം ക്ലാസ്സിലൊക്കെ നമ്മളായിരുന്ന സമയത്ത് 1ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അക്ഷരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുമല്ലോ അല്ലേ? പഠിച്ചിരിക്കും. പക്ഷേ ഇപ്പോൾ ഹൈസ്കൂളിൽ അധ്യാപകർക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം 7ൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് വരുന്ന മിക്ക കുട്ടികൾക്കും അക്ഷരം അറിയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, PSCക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് 100% സാക്ഷരത നേടിയ ജില്ല ഏത് കേരളത്തിലെ? സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അധ്യാപകനാണ് പറയുന്നത്. ആണ്. ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 100% സാക്ഷരത നേടിയ ആ ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും 10ാം ക്ലാസ്സിലുള്ള കുട്ടിയെടുത്ത് ഒരു സെൻറ്റൻസ് ഒരു 2-3 വാക്യം മലയാളത്തിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാത്ത പിള്ളേർ ഒത്തിരി പേരുണ്ട്. എനിക്കറിയാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ 8ാം ക്ലാസ്സിലാവുന്ന സമയത്ത് 8ലും 9ലും 10ലും നമ്മൾ വളരെ കെയർ ചെയ്യണം. എന്തെന്നറിയാവോ? അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ 100% വിജയം ലഭിക്കണം, എന്നാലേ കൂടുതൽ പിള്ളേർ വരും. പക്ഷേ 7ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് വരുന്ന പിള്ളേർ മിക്ക പിള്ളേർക്ക് അക്ഷരം അറിയില്ല. ഈ അക്ഷരം അറിയാത്ത പിള്ളേരെ നമ്മൾ 2 വർഷം കൊണ്ട് വളരെ കഠിനമായ പരിശ്രമം നടത്തി 10ാം ക്ലാസ്സിൽ ജയിപ്പിക്കണം, എന്നാലേ 100% വിജയം ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തെന്നറിയാവോ? ഓക്കെ, LP UP കഴിഞ്ഞിട്ടാണ് ഈ പിള്ളേർ ഹൈസ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുക, LP അധ്യാപകർക്ക് എന്താ ജോലി? 4 വർഷം അവിടെ ഇരുന്ന് പഠിക്കുകയാണല്ലോ. ഏതൊരു കുട്ടി ഇപ്പോൾ അംഗനവാടി, UKG, LKG കഴിഞ്ഞിട്ടാണ്, LKG UKG കഴിഞ്ഞിട്ടാണ് വരുന്നത്, 1ാം ക്ലാസ്സിലേക്ക് വരുന്നത്. പക്ഷേ മിക്ക പിള്ളേരും 7ൽ നിന്ന് 8ലേക്ക് വരുന്ന കുട്ടികൾക്ക് അക്ഷരം അറിയില്ല. സാർ, ഇത് കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിനകത്ത്, നമ്മുടെ ഇലക്ഷന്റെ ഡിബേറ്റിനകത്ത് ഒരു ടീച്ചർ ഇതേപോലെ കാര്യം പറഞ്ഞു. അപ്പൊ ആ സ്ഥാനാർത്ഥി ആയിരുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു തിരിച്ചു പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ എന്തിനാ പോകുന്നതെന്ന്. ഇത് ഞാൻ കുറ്റം പറയുന്നല്ലേ, LP സ്കൂളുകളുടെ LP അധ്യാപകരുടെ ഡ്യൂട്ടി എന്തുവാണ്?
കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കണ്ടേ? LP വെച്ചിട്ടാണോ അക്ഷരം പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ അംഗനവാടി LKG UKG ഒന്നും പോയില്ല. നമ്മൾ നഴ്സറി 1-ാം ക്ലാസ്. ഞാൻ നഴ്സറിയിലും പോയിട്ടില്ല. ഞാൻ ഫസ്റ്റിൽ 1-ാം ക്ലാസ്സിൽ പോയതാ. അവിടെ വെച്ചിട്ട് തറ പറ പന അതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു. പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ വിദ്യാഭ്യാസ രീതി രണ്ടാണ്. ഇന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട് അധ്യാപകരുടെ ചുമതല എന്ന് വെച്ചാൽ സമൂഹത്തിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന കർത്തവ്യം അധ്യാപകർക്കാണ്. ഓക്കെ, സമൂഹത്തിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന ചുമതല അധ്യാപകർക്കാണ്. പക്ഷെ ശരിയാണ്. പക്ഷെ ഇന്ന് സമൂഹത്തിൽ 2 തരം പൗരന്മാരെയാണ് വാർത്തെടുക്കുന്നത്. ശരണിക്ക് അറിയാവോ? ഇല്ല. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സിലബസ് മാറ്റമാണ്, സ്റ്റേറ്റ് സിലബസ് മാറ്റമാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളോ എയ്ഡഡ് സ്കൂളോ ഏതോ ആയിക്കോട്ടെ, സിലബസ് സ്റ്റേറ്റ് സിലബസാണ്. ഇപ്പോൾ എൻ്റെ കുട്ടികളോട് ഞാൻ പറയുകയാണ്, നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് കുട്ടി ചിരിച്ചും കണ്ടും തൊട്ടും പിടിച്ചും നിരീക്ഷിച്ചും അപഗ്രഥിച്ചും നിഗമനത്തിൽ എത്തിച്ചേരണം. മനസ്സിലായോ? ഓരോ കാര്യം കുട്ടി കണ്ടും മനസ്സിലാക്കിയെല്ലാം വേണം നിഗമനത്തിലെത്തിച്ചേരേണ്ടത്. അപ്പം ഇങ്ങനെ കുട്ടി ടൈമൊക്കെ അടുത്ത് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരികയാണ്, അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെ വരികയാണ്. ഈ അക്ഷരം അവിടെ കിടക്കുകയാണ്. പക്ഷേ എൻ്റെ കുട്ടി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ മലയാളം മീഡിയത്തിൽ വിടത്തില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടത്തില്ല. മറ്റ് CBSEയോ ICSEയോ പോലുള്ള നല്ല ബ്രില്യൻ്റായ സ്കൂളിലേക്കേ വിടത്തുള്ളൂ. എൻ്റെ മക്കളെ ഞാൻ സപ്പോസായിട്ട് പറയാം, എൻ്റെ മക്കൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ മക്കൾ ശ്വാസം പോലും വിടാൻ പറ്റാതെ രാവിലെ സ്കൂൾ വണ്ടി വരും, അവിടെ പോയി സ്കൂളിൽ നിന്ന് 3:30 സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്ന് അല്പം ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ ഓരോ വിഷയത്തിനും ഓരോ ട്യൂഷൻ സെൻറ്റർ അധ്യാപകരെ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? പക്ഷേ ആ അധ്യാപകർ ഇവിടെ വന്ന് കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുക. പിന്നെ എല്ലാവരും എനിക്കിട്ട് എൻ്റെ മേക്കിട്ട് കയറാൻ വരും. ലേബർ ഇന്ത്യ, സ്കൂൾ മാസ്റ്റർ, ഇങ്ങനെ തുടങ്ങിയ ചില ഗൈഡ് പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ ഇവിടെ പറയും, നോട്ട് പറഞ്ഞു കൊടുത്തോ. മനസ്സിലായോ? അപ്പോൾ ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചു. സാറിൻ്റെ ഡ്യൂട്ടി മാത്രം നോക്കിയാൽ മതി, എൻ്റെ വിഷയത്തിലേക്ക് കടക്കരുത്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ അധ്യാപകരുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് പയറ്റി തെളിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ കളിച്ചും ചിരിച്ചും 10-ാം ക്ലാസ് കഴിയുമ്പോൾ ആരോടാണ് മത്സരിക്കുന്നത്? ഈ 2 പിള്ളേരോട് മത്സരിക്കുകയാണ്. മറ്റ് സ്കൂളിൽ നിന്ന് പഠിച്ച പിള്ളേരോട് മത്സരിക്കുകയാണ്. പിന്നെ ഇതിനേക്കാളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആൾ പ്രൊമോഷൻ വന്നിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. എന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പിള്ളേരും അക്ഷരം അറിയാത്ത പിള്ളേരെ എല്ലാം കൂടെ അങ്ങ് ജയിപ്പിച്ചു വിടുക. അപ്പോൾ നമ്മുടെ HMനോട് ചോദിച്ചു, സാറേ ആൾ പ്രൊമോഷനിൽ വേണോ സാറേ? ഞാൻ ഏകദേശം പഠിക്കുന്ന കുട്ടികളെ ഞാൻ ജയിപ്പിച്ചു. പറ്റത്തില്ല, കാരണം അടുത്ത് 9-ാം ക്ലാസ്സിൽ പിള്ളേർ വേണം. 9-ാം ക്ലാസ്സിലുള്ള പിള്ളേരെ 10-ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിട്ടാലേ ഇനിയിപ്പോൾ 8-ൽ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ഈ കുറച്ച് പിള്ളേർ അവിടെ തോറ്റിയിടുന്നാൽ ഈ 8-ാം ക്ലാസ്സിൽ ചെല്ലുന്ന പിള്ളേർ അവിടെ കിടക്കും. അപ്പോൾ ഡിവിഷൻ കിട്ടും. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് പറയാണ് സാറ് എന്നോട് പറഞ്ഞത്, സാറേ 10-ാം ക്ലാസ്സിൽ എല്ലാവരും ജയിപ്പിച്ച് വിട്ടാലേ പിന്നെ പുറം പണിക്ക് വേണ്ടേ, മീൻ പിടിക്കാൻ പോകണ്ടേ, അയ്യോ പറയട്ടെ, തൂമ്പാ പണിക്ക് വേണ്ടേ, ഹോട്ടലിൽ വെയിറ്റർ വേണ്ടേ, മറ്റ് പുറം ജോലി ചെയ്യുന്നത് ആരാ സാറേ? എല്ലാവരും ജയിപ്പിച്ച് വിട്ടാൽ. അപ്പോൾ സാറിൻ്റെ മനോഭാവം മനസ്സിലായോ? സാറിൻ്റെ അപ്പോൾ സമ്പന്നരുടെ മക്കൾ എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കണം. സാധാരണക്കാരൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അവരെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ നിലവാരത്തിൽ തന്നെ നിൽക്കണം. അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമാണത്. അത് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ 2 തരം അധ്യാപകനൊന്നും അങ്ങനെ പറഞ്ഞുകൂടാ, പറയാൻ പാടില്ല. 2 തരം പൗരന്മാരെ വാർത്തെടുക്കുന്ന ഉത്തരവാദിത്വം ഈ അധ്യാപകർക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ LP സ്കൂളിലെ ടീച്ചർമാർ സാറേ, ഇപ്പം നമ്മള് സാറിനെ അടുത്ത് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അധ്യാപകനോട് സംസാരിക്കുന്നത്. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു നമ്മുടെ കുട്ടികൾ തൊട്ട് അപഗ്രഥിച്ചും പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെയാണല്ലോ ആക്റ്റീവായിട്ട്. അപ്പൊ തന്നെ പറയാറുണ്ട് ഇത്തരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം എഴുത്തും വായന ഒന്ന് മാറ്റിവെക്ക്. ഇപ്പൊ എക്സാമ്പിൾ ഉണ്ട്, ഞാനൊക്കെ അങ്ങനെ വളർന്നതുകൊണ്ടാവാം എവിടെ ചെന്നാലും നമ്മൾ ജീവിക്കും, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മറ്റേ ഓവനിലും കുക്കറിലും ഇട്ട് വേവിക്കുന്ന ആ കുട്ടികൾ, മനസ്സിലായോ? ആ കുട്ടികൾക്ക് വേവാനും അവർക്ക് ഒരു പ്രശ്നം വന്നാൽ
പാടായിരിക്കും, അതായത് പെട്ടെന്ന് വേവിക്കുന്നത്. മറ്റേത് സ്ലോ കുക്കിംഗ്, ഇത് ഭയങ്കര ഇതായിട്ട് വേവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകാൻ പാടാണ്. അപ്പം നമ്മൾ പറയും ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുത്തുകളൊക്കെ കാണാറുണ്ട്. സോ ഇപ്പം സാറ് പറഞ്ഞ പോലെ ജോലികൾ വിട്, ഈ മറ്റേ സാറ് പറഞ്ഞ ജോലികൾ വിട്ടാലും ജീവിതത്തിൽ ഏത് കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ എത്തരത്തിൽ വളരുന്ന കുട്ടികളായിരിക്കാം പെട്ടെന്ന് ലൈഫിനോട് കുറേ കൂടെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് എടുക്കുന്നത്? അത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ കണ്ടും തൊട്ടും എന്താണ് ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ചും അതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് പക്ഷേ വിദ്യാഭ്യാസത്തിൽ വളരെ ബാക്കിലാവുന്നെങ്കിലും പക്ഷേ അവർക്ക് ബോൾഡാവാൻ കഴിയുന്നുണ്ട്, ധൈര്യം കിട്ടുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ സ്ട്രിക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, ശ്വാസം പോലും വിടാതെ പഠിപ്പിച്ചിട്ട് ചെറിയ സില്ലി കാര്യങ്ങൾ പോലും വന്നാൽ അവർ തളർന്നു പോകും, സൂയിസൈഡ് ചെയ്യുന്ന ഒത്തിരി അധ്യാപകരുടെ മക്കളെ എനിക്കറിയാം. പക്ഷേ നമ്മുടെ പിള്ളേരൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ നമുക്ക് എന്ത് വന്നാലും പിടിച്ചു നിന്നാലും നമുക്ക് ബേസിക്കായിട്ട് അക്ഷരം പറഞ്ഞു ഒരു വീടിൻ്റെ പണി തന്നെ നടക്കുമ്പോൾ ഫൗണ്ടേഷൻ ക്ലിയർ ആവണം, അല്ലേ? തീർച്ചയായും. ബേസിക് ബേസിക് കൊടുക്കണം. ബേസിക് കൊടുത്തിട്ട് അത് അല്ലല്ലോ സാറേ, ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന 1ാം ക്ലാസ് മുതലും കുട്ടികൾക്ക് മറ്റേ ഇതില്ലേ, എന്തുവാ വീട്ടിൽ പോയിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറയുന്ന പ്രോജക്റ്റ്, അപ്പൊ അതൊക്കെ ആരെഴുതും? ഇതൊക്കെ ആരും എഴുതി കൊടുക്കുന്നത്? മലയാളം എഴുതാനും വായിക്കാറില്ലാത്തൊരു കുട്ടി എങ്ങനെ പ്രോജക്റ്റ് വെക്കും? അത് ചിലടത്ത് അച്ഛനോ അമ്മയോ മുത്തശ്ശി എഴുതി കൊടുക്കുന്നുണ്ട്. അവരാണ് അതെ, ശരിയാ. ശരണ്യ ഇപ്പം എന്നറിയാവോ, മിക്ക ഗവൺമെൻറ് സ്കൂളുകളിലും ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിക്ക പിള്ളേർക്ക് ചോദിച്ചു നോക്കുക, ഒരു സെൻറ്റൻസ് എഴുതാൻ പറ, അവരുടെ അവർ താമസിക്കുന്ന വീട്ടുപേര് അല്ലെങ്കിൽ ആ ജില്ല സ്കൂളിൻ്റെ പേരെന്ന് എഴുതാൻ പറഞ്ഞ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. അതെനിക്ക് മനസ്സിലാവും, സാറ് പറയുമ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇനി ഒരു വീഡിയോ ഇടാൻ പോവുകയാണ്. കാരണം ഈ LP 4 വർഷം പഠിച്ചു, UP 3 വർഷം പഠിച്ചു, എന്നിട്ട് 7 വർഷം പഠിച്ചിട്ടും അക്ഷരം അറിയാത്ത കുട്ടികൾ 8ാം ക്ലാസ് വരുമ്പോൾ അധ്യാപകരുടെ ചുമതലയാണ്. കാരണം നമ്മൾ എന്തറിയാമോ, 10ാം ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് വിജയ ശതമാനം വേണ്ട. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡെന്നറിയാമോ, ഈ അക്ഷരം അറിയാത്ത പിള്ളേർക്ക് ഇപ്പോൾ ലാംഗ്വേജ് ടീച്ചർമാർ ഒരു പാരഗ്രാഫ് മലയാളമായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും എഴുതിപ്പിക്കും. ഓരോ പാരഗ്രാഫ് വെച്ച് 1 മാസം 2 മാസം വരെ വെച്ച് എഴുതിപ്പിക്കും. എന്നത്തിനെന്നറിയാവോ? എന്നത്തിനാണ് എഴുതിപ്പിക്കുന്നത്? അറിയില്ല സാറേ. അറിയില്ല. അവർക്ക് വേറെ ഒന്നും എഴുതാൻ അറിയില്ലല്ലോ. ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഏകദേശം അവന് എന്ത് കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി അടിച്ച് എഴുതാൻ പറ്റും, അല്ലേ? അപ്പോൾ 10ാം ക്ലാസ്സിലാവുന്ന സമയത്ത് അടുത്ത് പഠിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് കുട്ടി പേപ്പർ ഇങ്ങനെ നീട്ടിക്ക് വെച്ച് കൊടുക്കും. ഇവൻ അത് കണ്ട് എന്ത് ചെയ്യും? കോപ്പി ചെയ്യും. മനസ്സിലായോ? അത് ഒരു സ്കൂൾ മാത്രമല്ല, ഞാൻ പരീക്ഷ ഡ്യൂട്ടിക്ക് എവിടെയെല്ലാം നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മുടെ അവിടുത്തെ HM വിളിച്ച് അവൾ പറയും, സാറേ നമ്മുടെ വിജയ ശതമാനം കുറവാണ്, നമ്മുടെ പിള്ളേർ കോപ്പി അടിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ സൂപ്പർവിഷൻ ആരെങ്കിലും വരുവാണെങ്കിൽ ചെരുപ്പ് കൊണ്ട് സിഗ്നൽ കാണിക്കണം. സാറേ ഇതെന്താ ഈ കേൾക്കണതൊക്കെ? മനസ്സിലായോ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് ഒരു സ്കൂൾ മാത്രമല്ല, എല്ലാ സ്കൂളും. പിന്നെ കുട്ടികൾ കോപ്പി കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം എന്നറിയാമോ, ഈ ടോപ്പിലുള്ള മന്ത്രിമാരുടെയും ഇവരുടെയും മക്കളൊക്കെ എങ്ങനെയൊക്കെ ഉയരത്തിൽ കയറി പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള എല്ലാവർക്കും, കേരള സ്റ്റേറ്റിലുള്ളവർക്ക് 56 വയസ്സും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 58 60 ഉണ്ട്. പക്ഷേ ഈ മന്ത്രിമാർക്ക് എന്താ ഒരു ഫിക്സഡ് ഏജ് വെക്കാത്തത്? ഒരു 70 75 80 വയസ്സായിട്ട് അവരവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിൽ അവർ മരണപ്പെട്ടു പോയാൽ ഒരു ബന്ധവും ഇല്ലാത്ത മക്കളെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ കയറുന്നത്? രാജഭരണമല്ലേ? രാജഭരണകാലത്ത് ഇതേപോലെ ആയിരുന്നു. ഇപ്പോൾ ഈ ജനാധിപത്യ കാലത്തും ജനാധിപത്യത്തിൻ്റെ പോരായ്മയെന്ന് വെച്ചാൽ ഈ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. രാജഭരണത്തെ പോലെ തന്നെ ഇപ്പോഴും എത്രയോ മന്ത്രിമാരുടെ മക്കൾ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഈസിയായിട്ട് കയറിയില്ലേ അച്ഛൻ്റെ ലേബലിൽ, അല്ലേ? അതെ, ഒരുപാട് പേര് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഏത് പാർട്ടി ആവട്ടോ, ഓരോ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം എന്താണ് രക്തം വേർപ്പാക്കി മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാരില്ലേ, എഡ്യൂക്കേറ്റഡ് ആയ പിള്ളേരില്ലേ, അവർക്കൊന്നും കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാലഘട്ടം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, കൈക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ,
അതുപോലെയാണ് എല്ലാ മേഖലകളിലും ഉണ്ട്, ഇവിടെ മാത്രമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിനെ എടുക്കുകയാണെങ്കിൽ എല്ലാ സ്കൂളിലും ഗ്രൂപ്പ്സ് ഉണ്ട്. എല്ലാ സ്കൂളിലും ബോംബിട്ടിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വിവേചനമുണ്ട്. ചില അധ്യാപകർ പരസ്പരം സംസാരിക്കാത്ത അധ്യാപകരുണ്ടല്ലോ. ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ പരസ്പരം സംസാരിക്കില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ കഴിയുന്ന എത്രയോ അധ്യാപകർ എനിക്കറിയാം. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത അപ്പോൾ നമ്മൾ കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടി ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. രണ്ടാമത് എവിടെ നിന്നാണ് വരുന്നത്? അവൻ സ്കൂളിൽ നിന്നാണ് വരുന്നത്. 5 ദിവസം സ്കൂളിലാണ് നിൽക്കുന്നത്. 5 ദിവസം മാത്രമല്ല, 8 മണിക്കൂർ എടുത്ത് കുട്ടി സ്കൂളിലാണ് നിൽക്കുന്നത്. അപ്പം വീട്ടിലുള്ള കാര്യങ്ങളും വീട്ടിലും ഒരു വിവേചനം ഉണ്ടല്ലോ. വീട്ടിൽ വിവേചനം ഉണ്ടല്ലോ. നമ്മുടെ വീടുകളിൽ ഓരോ വീടുകളിലും വിവേചനമുണ്ട്. ഞാനത് അനുഭവിക്കാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഉണ്ട്. അത് കാരണം ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും 2-3 മക്കളാണെങ്കിൽ അതിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾ 3 പേരും ഒരുപോലെയാണെങ്കിൽ അമ്മുമ്മയോ മുത്തച്ഛനോ ആരെങ്കിലും ഒരാൾക്ക് ഒരു കൊച്ചിനോ തീർച്ചയായും ഉണ്ടല്ലോ. വിവേചനം ഇല്ലെന്ന് പറയുന്നത് ഉണ്ടല്ലോ. കുട്ടി കണ്ട് പഠിക്കുകയാണ്. എന്നിട്ട് അവന് നേരെ എവിടെ വരിക? സ്കൂളിലേക്ക് വരിക. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എന്നറിയാവോ, ടീച്ചർമാർക്ക് സെലക്റ്റീവായിട്ട് 5 പിള്ളേരുണ്ട്. അവരോട് മാത്രമേ ടീച്ചർമാർ സംസാരിക്കൂ. അപ്പോൾ നമുക്ക് ഈ ഹൈസ്കൂളിലൊക്കെ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ അത് അറിയാവുന്നൊരു കുട്ടിയും അഡീഷണൽ ഒരു കുട്ടിയും ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ലാപ്ടോപ്പിൻ്റെ കൺട്രോൾ മുഴുവൻ 2 പിള്ളേരാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സിലാണ് ഞാൻ എന്താ ചെയ്യുന്നത്, എന്നാ ചെയ്യുന്നത് അറിയാമോ? ആ മെയിനായിട്ട് ഉള്ള കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള കുട്ടികളെ ഓരോന്നിനും റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ലീഡർ വന്നില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വേറൊരാൾ അതേ പിള്ളേർ എന്ത് ചെയ്യും, ഞാൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് ബോർഡ് ചെന്ന് തുടയ്ക്കാനും, ചില പിള്ളേർക്ക് ബ്ലാക്ക് ബോർഡ് തൊടാൻ തന്നെ പേടിയാവും. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ബ്ലാക്ക് ബോർഡ് ചെന്ന് തുടയ്ക്കാനും അവർ നല്ല ഫ്രണ്ട്ലി ആവും. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ കുട്ടി വീട്ടിൽ നിന്നാണ് വിവേചനം കണ്ടുപിടിക്കുന്നത്. പിന്നെ സ്കൂളിൽ വന്ന് ഇതേപോലെ കണ്ടുപിടിക്കുന്നുണ്ട്. അധ്യാപകർക്ക് സെലക്റ്റീവായിട്ട് കുട്ടികളോട് സംസാരിക്കുന്ന കുട്ടികൾക്ക് നീരസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ അസംബ്ലി പറയാറുണ്ടല്ലോ, പ്രതിജ്ഞ, ഇന്ത്യയുടെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നു. പിന്നെ അത് പറയുന്നത് ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും സ്നേഹിക്കും അല്ലേ. ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. നമ്മൾ എല്ലാവരെയും നമ്മുടെ എൽഡേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ 45-35 വയസ്സായ അധ്യാപകർ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന പ്രായമുള്ള വ്യക്തികളെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ എല്ലാവരെയും അസംബ്ലി കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുമെന്ന് പറയുന്ന അധ്യാപികയാണ് പ്രായത്തിന് മൂപ്പുള്ള അവരോട് പേര് പറഞ്ഞു വിളിക്കുന്നത്. ഇത് കുട്ടി മനസ്സിലാക്കിയല്ലേ വരുന്നത്. അപ്പോൾ കുട്ടി പലതും കണ്ടും കേട്ടും ഒക്കെ പഠിക്കുന്നത് വീട്ടിലും സ്കൂളിൽ നിന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത്. അത് വളരുന്നതിനനുസരിച്ച് അത് ഇപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക കാണിക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ട്. അപ്പം വളരുന്ന അനുസരിച്ച് അത് വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രശസ്ത കവയിത്രി മാധവിക്കുട്ടിയുടെ അമ്മ, മാധവിക്കുട്ടി അറിയാമല്ലോ, എഴുത്തുകാരി, അവരുടെ അമ്മ ബാലാമണി അമ്മ, അവരെഴുതിയൊരു കവിതയുണ്ട്, ദുഃഖം. അതിൽ പറയുന്നത്, പണ്ടേ പുതപ്പിച്ച പട്ടിനുള്ളിൽ നീയുണ്ട്. കാരണം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വെളിച്ചം കണ്ട് ഞാൻ ഞെട്ടി വിറച്ചപ്പോൾ ഒരു തൂവാല കൊണ്ടുവന്നതിനെ പൊതിഞ്ഞു. ആ പൊതിഞ്ഞ തൂവാലയിൽ ആരുണ്ട്? ദുഃഖമാവുന്ന കുഞ്ഞേ നീയുണ്ട്. അത് ഞാൻ വളരുന്നതനുസരിച്ച് നീയും എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ആ സംഭവം അത് ശരിയല്ലേ? അത് അപ്പോൾ ഈ കുട്ടി തന്നെ ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും വീട്ടിൽ നിന്ന് കണ്ടിട്ട് അത് സ്കൂളിൽ വരിക, സ്കൂളിൽ പലരുടെയും പെരുമാറ്റങ്ങളും സഹപ്രവർത്തകരുടെ പെരുമാറ്റങ്ങളും സഹകുട്ടികളുടെ പെരുമാറ്റങ്ങളും കണ്ടാണ് ഉച്ച വളരുന്നത്. സാറേ, ഇക്കഴിഞ്ഞ ദിവസം വാഴ സിനിമ ഇറങ്ങിയപ്പം ഒരു പയ്യൻ ഇതുപോലെ തന്നെ അവൻ പഠിത്തം നിർത്തുമോ, +1-ലോ 10-ലോ അങ്ങോട്ട് പഠിത്തം നിർത്തി. ഞാൻ ശരിക്കും വായിച്ചില്ല, അതുകൊണ്ടാണ് ഇത്രയും. നിർത്തിയതിന് കാരണം അവിടുത്തെ ഒരു അധ്യാപകനാണ് എന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിനെ തുടർന്ന് അതിൻ്റെ താഴെ വന്ന് ആ അധ്യാപകൻ ആരാണെന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തു. വീണ്ടും ആ അധ്യാപകൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കുകയും, അതായത് ഭയങ്കരമായിട്ടും ആ കുട്ടി എന്തോ സ്കൂളിലെന്തോ ഒരു ചെറിയ എന്തോ കാണിച്ചിട്ടുണ്ട്, അവൻ പിന്നെ പഠിക്കാൻ പോയില്ല.
അപ്പം ഈ പറയുന്ന ഇതുണ്ടല്ലോ, അതായത് ഈ പിള്ളേരെ ടോർച്ചർ ചെയ്തവരെ പഠിത്തം നിർത്താൻ, കാരണം കുഞ്ഞു മനസ്സാണ്. നമുക്കിപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ 4 ആളുടെ മുന്നിൽ വെച്ചാൽ എഴുത്തും വായന അറിയത്തില്ല. ഇപ്പോൾ എഴുത്തും വായന അറിയുന്ന ഒരാളായിരിക്കാം, 8ാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിക്ക് എഴുത്ത് അറിയത്തില്ലായിരിക്കാം. പക്ഷെ അത് നാണക്കേട് കൊണ്ട് ചില കുട്ടികൾക്ക് എണീറ്റ് നിന്ന് പ്രസന്റ് ചെയ്യാൻ പോലും പറ്റാത്ത കുട്ടികളില്ലേ, അവരെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതിനെന്നറിയാവോ, നമ്മളിപ്പോൾ റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനിപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2-3 പിള്ളേർക്ക് അക്ഷരം അറിയില്ല, 7ാം ക്ലാസ് 8ാം ക്ലാസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ അവരെ ഞാൻ കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു സെൻറ്റൻസ്, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കും. പറവ പറന്നു. അത് ഇത്രയും സിമ്പിളായിട്ടുള്ളത് അറിയില്ല വായിക്കാൻ. ഞാൻ പറഞ്ഞത് എന്നറിയാമോ, ആദ്യം ഒരക്ഷരം പറഞ്ഞു പ, രണ്ടെന്ന് റ, പറ. അടുത്ത് ഒന്നുകൂടെ ചേർത്ത് വായിച്ചേ പറവ. പക്ഷേ ഇത് അറിയണമെങ്കിൽ അവൻ അക്ഷരം നന്നായിട്ട് അറിയണം. മനസ്സിലായോ? അപ്പോൾ നമ്മളത് ബേസിക്കായിട്ട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു വീട് കെട്ടണമെങ്കിൽ ഫൗണ്ടേഷൻ നല്ല ക്ലിയർ ആകണം. ബേസിക്കായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അക്ഷരം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അല്ലാതെ 1ാം ക്ലാസ്സിൽ വന്നിട്ട് മഴ 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 ചറപറ പെയ്യുന്നു ഇങ്ങനെ പാടിക്കളിക്കാനുള്ളതല്ല. അവർ പാടിക്കളിക്കേണ്ട സമയത്ത് പാടിക്കളിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയുന്നത്, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അക്ഷരം പഠിക്കേണ്ട സമയത്ത് അക്ഷരം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. കളിക്കേണ്ട സമയത്ത് കളിക്കണം. ഇത് രണ്ടുമാണ് എൻ്റെ മെയിനായിട്ടുള്ള പോളിസി. സാറ് കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞില്ലേ, സാറിന് മുടി വളർത്തുന്നത്, സാറിപ്പോൾ മുടി വളർത്തുന്നത് HMന്റെ പെർമിഷനോടെയാണ്. HMന്റെ പെർമിഷൻ. കാരണം സ്കൂളിലൊക്കെ ഉള്ളൊരു സാറ് ഇത്രയും കാണുന്നവർക്കൊരു കോമാളി ആയിരിക്കാം, പക്ഷെ സാറാണെന്നുള്ളത് അറിയുന്ന. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഞെട്ടി. അപ്പോൾ അതുപോലെ കാണുന്നവർക്ക് ഇതൊരു കോമാളിയല്ല, അതൊരു സാറ്, ഒരു അധ്യാപകൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കുട്ടി എന്തോ ഈ സാറാണ് പണ്ട് എന്നെ മുടി വളർത്താൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. മുടി വളർത്തുന്നില്ല, കമ്മല്. അതെന്തായിരുന്നു സംഭവം? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററും പിന്നെ സ്റ്റാഫ് സെക്രട്ടറിയും കുറെ രാജഭരണ പോലെ തന്നെ എല്ലാ സ്കൂളുകളും രാജാവുണ്ട്, പിന്നെ ശിങ്കിടിമാരുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ എല്ലാ സ്കൂളുകളിലും, ഏത് സ്കൂൾ എടുത്താലും അങ്ങനെയാണ്. അപ്പോൾ ഞാനന്ന് ജോലി ചെയ്തിരുന്ന സ്കൂളിൽ HM, സ്റ്റാഫ് സെക്രട്ടറി, പിന്നെ സ്റ്റാഫ് സെക്രട്ടറിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ തോഴിമാരുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ എത്രത്തോളം മെമ്പേഴ്സ് കൂടുന്നു അതനുസരിച്ച് ഗ്രൂപ്പിസമുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടികളെ പോലെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് കുട്ടികൾ പറ്റേ തലമുടി ഇങ്ങനെ നീട്ടി വളർത്താൻ പാടില്ല, തലമുടി സാധാ പോലീസ് കട്ട് പോലെ വെട്ടിക്കൊണ്ട് വരണം. പിന്നെ ചെവിയിൽ കമ്മലിടാൻ പാടില്ല. അപ്പോൾ ചെവിയിൽ കമ്മലിടുന്നത് മാത്രമല്ല, ചിലപ്പോൾ ഈ സമ്മർ ചീപ്പിൻ്റെ പല്ലെടുത്തിട്ടുകൊണ്ട് വരും. അപ്പോൾ എന്നോട് പറഞ്ഞ് നിർബന്ധമായും ഇങ്ങനെ ക്ലാസ്സിൽ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം വേറെ ഏത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നാലും അവരുടെ ക്ലാസ്സിൽ പ്രശ്നമല്ല, എൻ്റെ ക്ലാസ്സിൽ മസ്റ്റായിട്ട് എന്നെ വാച്ച് ചെയ്യും. അങ്ങനെയാണ് എനിക്കിട്ട് പണി തരുന്ന വ്യക്തികളാണ് അവിടെ ഉള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പ്രതികരിക്കും. ആവശ്യമുള്ള കാര്യത്തിന് ഞാൻ പ്രതികരിക്കും. കാരണം മിണ്ടാതെ നമ്മൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് തോറും നമ്മൾ എന്നാ ചെയ്യും, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അവിടെ തലയിൽ കയറും. അപ്പോൾ ഞാനിങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്നെ കുരുക്കാൻ വേണ്ടി ചെറിയ മൈനസ് പോയിൻ്റൊക്കെ നോക്കി നടക്കും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വന്ന പിള്ളേർ നോക്കിയപ്പോൾ 2-3 പിള്ളേർ കമ്മലിരിക്കണം. എന്നോട് വിളിച്ച് പറഞ്ഞ് പിള്ളേർ കമ്മലിടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുത്തനെ പിടിച്ച് കമ്മലിടണമെന്ന് പറഞ്ഞു, എൻ്റെ പേരിട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് അടുത്ത വീട് വേറെ ക്ലാസ്സിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പോൾ കമ്മലിട്ടിരിക്കുന്നു. ഫസ്റ്റ് വീട് കമ്മൽ മാറ്റി വെച്ചിരുന്നവൻ, രണ്ടാമത്തെ വീട് കമ്മൽ ഞാൻ പിടിച്ചതെന്നറിയാം 2 കൊടുത്തു, 2 അടി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ മറ്റു സാറ് കാണുകയില്ലേ, വേറെ ആരും കാണുകയില്ലേ പറയും, എൻ്റെ പെർമിഷനോട് കൂടിയാണ് നിന്നെ ഈ കമ്മലിട്ടത്. ഇനി ഞാൻ ആ സാറിൻ്റെ മുൻപിൽ ചെന്ന് എന്നെ വിളിച്ചിട്ട് ഹെഡ് മാസ്റ്റർ ഇനി എന്ത് ചെയ്യണം, വഴക്ക് പറഞ്ഞ് ഞാൻ കേൾക്കണം. പക്ഷെ അതങ്ങ് പറഞ്ഞ് കളഞ്ഞു, തീർന്നു. വർഷങ്ങളായി ഞാനൊരു വീഡിയോ, അപ്പോൾ ഈ പൊന്നവരം കോട്ടയിൽ സ്വപ്നലേഖേ നിൻ്റെ സ്വയംവര പന്തലിൽ ആ പാട്ടിൽ നസീർ നിൽക്കുന്ന രംഗത്തിൽ ഞാൻ അതേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കമ്മലുമൊക്കെ ഇട്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ കമൻറ്റ്, മകൻ പറച്ച ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് നോക്കിയോ, നല്ല അടിപൊളി കമൻറ്റ് എന്ന്. ഞാൻ നോക്കിയപ്പോൾ അവ എഴുതിയിരിക്കുന്നത് ഈ 2-3 തായും പൂയും ചേർത്തിട്ട്, ഈ സാർ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ കമ്മലിട്ടെന്ന് പറഞ്ഞ് എന്നെ തല്ലിയ ഈ ഡാഷ് മോന്
ഇപ്പോൾ കമ്മലിട്ട് വിലസാവുമെന്ന്. ഞാൻ എന്നാ പറയാനാ. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഹെഡ് പറയുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അല്ലേ. പിന്നെ രണ്ടാമത് തിരുവനന്തപുരത്തേക്ക് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ അവിടെ കുട്ടികൾ തലമുടി നീട്ടി വളർത്തിയതിനെ HM തന്നെ കാശ് മുടക്കി കണ്ടിച്ച സംഭവമുണ്ട്. അതൊക്കെ ശരിക്കും പിള്ളേരോട് ചെയ്യുന്ന ഒരു വളരെ ക്രൂരതയാണ്. ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ പേരൻസ് ഭയങ്കരമായിട്ടും പറയുന്നുണ്ട്. കാരണം മുടി ഇത് കാണാൻ കുട്ടികൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. നമ്മൾ യൂണിഫോമിനൊരു സ്കൂളിലാകുമ്പോൾ അതിൻ്റെതായ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, അച്ചടക്കത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്.